വാർത്തകൾ വിശദമായി. 35ാമത് KCBC അഖില കേരള പ്രൊഫഷണൽ നാടകമേളയുടെ അവാർഡുകൾ സമ്മാനിച്ചു. വിജയികൾക്ക് KCBC മീഡിയ കമ്മീഷൻ വൈസ് ചെയർമാൻ ബിഷപ്പ് ആന്റണി മാർ സിൽവാനോസും നടൻ ജോജു ജോർജും ചേർന്നാണ് അവാർഡ് നൽകിയത്. സെപ്റ്റംബർ 23 മുതൽ PUCയിൽ നടന്ന മത്സരത്തിൽ 7 നാടകങ്ങളാണ് അവതരിപ്പിച്ചത്. മുച്ചീട്ട് കളിക്കാരന്റെ മകൾ മികച്ച നാടകമായി തിരഞ്ഞെടുത്തു. സഭയെ സംബന്ധിച്ചിടത്തോളം കല എന്ന് പറയുന്നത് ഏത് കലയാണെങ്കിലും അത് ദൈവവുമായി ബന്ധപ്പെട്ടതാണ്. ദൈവമാണ് യഥാർത്ഥ കലാകാരൻ. അതുകൊണ്ട് സഭ പറയുന്നത് ഗോഡ് ഈസ് എ ഡിവൈൻ ആർട്ടിസ്റ്റ്. അതുകൊണ്ട് ഏത് കലയും മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതാണ്. എല്ലാ കലാരൂപങ്ങളും മതങ്ങളുമായി ചേർന്നാണ് വളർന്നു വന്നിട്ടുള്ളത്. കത്തോലിക്ക സഭ പ്രത്യേകിച്ച് കലകളെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. കലാരൂപങ്ങളിലൂടെ യേശുവിനെ കൂടുതൽ അവതരിപ്പിക്കാനും യേശുവിൻ്റെ സദ്വാർത്ത കൂടുതൽ അറിയിക്കാനും തീർച്ചയായിട്ടും കലാരൂപങ്ങൾ ഏറ്റവും ഉപകാരപ്പെടുമെന്ന് സഭ മനസ്സിലാക്കുന്നു. യേശു പറയുന്നു, നിങ്ങൾ ലോകം മുമ്പ് എല്ലാവരോടും സുവിശേഷം പ്രഘോഷിക്കണം, സദ്വാർത്ത അറിയിക്കണം. സദ്വാർത്ത അറിയിക്കാൻ ഏറ്റവും നല്ല മീഡിയം എന്ന് പറയുന്നത് കലയാണ്. കലാരൂപങ്ങളിലൂടെ സദ്വാർത്ത, നന്മയുടെ ചിന്തകൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് സാധിക്കും. അത് സഭ എപ്പോഴും മുൻപന്തിയിലാണ്. അഖില കേരള പ്രൊഫഷണൽ നാടകമേളയിൽ അനന്തരത്തിൽ അഭിനയത്തിന് റഷീദ് മുഹമ്മദ് തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച നടിയായി അന്ന ഗാരേജിൽ അഭിനയത്തിന് ഐശ്വര്യ അർഹയായി. മികച്ച രണ്ടാമത്തെ നാടകമായി അനന്തരത്തിനും പുരസ്കാരം ലഭിച്ചു. നമ്മുടെ മലയാളത്തിൻ്റെ മണ്ണിനെ നവീകരിച്ചതിൽ വലിയ പങ്ക് വഹിച്ച ശുദ്ധമായ ഒരു കലയാണ് നാടകം. ഒരു മറയുമില്ലാതെ 2 മണിക്കൂർ ആളുകളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കഴിയുന്ന ഒരു കലയാണ്. മലയാളികളെ ഇത്രയേറെ സ്വാധീനിച്ച ഒരു കല വേറെയില്ല. ആ നാടകങ്ങൾ ഈ അത്യാധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പുതിയ തലമുറയിൽ നിന്നും അകന്നു പോയിരിക്കുന്ന, വല്ലാതെ പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ KCBC 35 വർഷക്കാലമായി മലയാള നാടക പ്രസ്ഥാനത്തെ സഹായിക്കാൻ വേണ്ടി, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന വലിയ കാര്യമാണ്. ഒന്ന്, ഈ നാടക മത്സരത്തിൻ്റെ സംഘാടക മികവാണ്. പിന്നീട് വിശ്വസനീയതയാണ്. അക്കാദമി നടത്തുന്ന നാടക മത്സരത്തിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം ഈ KCBCയുടെ നാടക മത്സരത്തിനും ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. KCBC ആയിട്ട് എനിക്ക് അങ്ങേയറ്റത്തൊരു കടപ്പാടുണ്ട്. കാരണം എൻ്റെ ആദ്യത്തെ സിനിമയായ ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ്, അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ആലഞ്ചേരി പിതാവിൻ്റെ സാന്നിധ്യത്തിൽ എനിക്ക് ഇവിടെ ആദരവ് തന്നിരുന്നു. അതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം. പിന്നെ എല്ലാ വർഷവും കൊണ്ട് എനിക്കൊന്ന് വർഷങ്ങളായിട്ട് ഇവിടെ നാടക മത്സരം നടക്കുന്നുണ്ട്. ഞാനതിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകനുമായിരുന്നു. ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് എൻ്റെ ചില സിനിമകളുടെ കാര്യങ്ങളോട്ട് വരാൻ പറ്റിയില്ല. അതുകൊണ്ടാണ്. പക്ഷേ അതിന് മുമ്പൊക്കെ ഉള്ള നാടകങ്ങൾ കാണാൻ വരുമായിരുന്നു. ഞാൻ ആ പുറകിലിരുന്നില്ല. കാരണം ഞാൻ നാടകത്തിൻ്റെ വലിയൊരു ആരാധകനാണ്. അതുകൊണ്ടാണ് എൻ്റെ ആദ്യത്തെ സിനിമ നാടകത്തെ ബേസ് ചെയ്യാനെടുത്തത്. അപ്പോൾ ഇവർ ചെയ്യുന്നൊരു വലിയ സത്കർമ്മം എന്ന് പറയുന്നത്, ഇപ്പോൾ നാടകത്തിന് വന്നുകൊണ്ടിരിക്കുന്ന ചില ഇതിൽ നിന്നും നാടക കലാകാരന്മാരെ കൂട്ടുപിടിച്ച് അവർക്കൊരു അവാർഡിനുള്ള സംഭവം കൊടുക്കുക, അംഗീകാരങ്ങൾ കൊടുക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. വലിയ കാര്യം. ഇവിടെ നടന്ന നാടകങ്ങളെല്ലാം ഹൗസ്ഫുള്ളായിരുന്നു. സിനിമയ്ക്ക് വരുന്നേക്കാൾ ആൾക്കാർ ഇവിടെ വന്നിട്ട് മടങ്ങിപ്പോകേണ്ടിയൊക്കെ വന്നു. അത്രയ്ക്ക് നാടകത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് മനസ്സിലായില്ല. ജഡ്ജിമാർ, അങ്ങനെ വലിയ വലിയ സമൂഹത്തിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് ഈ പ്രാവശ്യം നാടകം കാണാൻ വന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അഡ്വക്കേറ്റ് റെനിൽ ആൻഡോ കണ്ടംകുളത്തി, KCBC മെത്രാൻ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന PUCയിൽ നടക്കുന്ന 35 വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന നാടക മത്സരത്തിൻ്റെ സംഘാടക അംഗങ്ങളിൽപ്പെട്ട ഓർഗനൈസേഴ്സിൽപ്പെട്ട ഒരാളാണ്. വാസ്തവത്തിൽ ഈ കഴിഞ്ഞ 10 ദിവസങ്ങൾ വലിയൊരു ഉത്സവമായിരുന്നു ഇവിടെ PUCയിൽ. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല നാടക സമിതികളും, ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട നാടക സമിതികൾ പെർഫോം ചെയ്യാൻ വന്നു. മികച്ച ജനപങ്കാളിത്തമാണ് എല്ലാ വർഷത്തെയും പോലെ. നാടകം എന്നും മനുഷ്യൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കലാരൂപമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച നാടകങ്ങൾ തിരഞ്ഞെടുക്കാനും അതിനെ വിധികർത്താക്കളായി അതിൽ ഏറ്റവും നല്ല കഴിവുള്ള വിധികർത്താക്കളെ കൊണ്ടുവരാനും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഒരു പരാതിക്കും ഇട കൊടുക്കാതെ മികച്ച നാടകങ്ങളെ, ഏറ്റവും നല്ല നാടകങ്ങളെ തിരഞ്ഞെടുക്കുകയും അഭിനേതാക്കളെയും സെലക്ട് ചെയ്യുകയൊക്കെയാണ് ഈ വർഷവും ചെയ്തിട്ടുള്ളത്. മികച്ച സംവിധായകനുള്ള പുരസ്കാരം മുച്ചീട്ടു കളിക്കാരന്റെ മകൾ എന്നതിൽ രാജേഷ് ഇരുളത്തിന് ലഭിച്ചു. മികച്ച രചനാ വിഭാഗത്തിൽ അനന്തരം എന്നതിൽ മുഹാദ് വെമ്പായം പുരസ്കാരം നേടി. നടൻ കൈലാഷ്, സംവിധായകൻ G മാർത്താണ്ഡൻ, CR മഹേഷ് MLA, TM എബ്രാഹാം, പൗളി വത്സൻ, ഫാദർ ജേക്കബ് പാലക്കാപ്പിള്ളി, ഫാദർ എബ്രാഹാം ഇരുമ്പിനക്കൽ തുടങ്ങി നിരവധി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് ഗാന്ധി ഭവൻ തിയേറ്റേഴ്സ് ഇന്ത്യയുടെ നാടകം യാത്ര അവതരിപ്പിച്ചു. അപ്പോൾ ആ ശമ്പളത്തിന് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനു മുമ്പ് 500 രൂപയ്ക്ക് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പൊ അവിടെ നിന്നുള്ള എൻ്റെ ഒരു യാത്ര പഠനം കൊണ്ട് മാത്രമാണ്, ആ ഒരു മീഡിയം പഠിച്ച് അതിന്റെ പിന്നാലെ എത്തി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ടാലന്റിനേക്കാൾ ഉപരി എൻ്റെ പഠനങ്ങളും എനിക്ക് കിട്ടിയ ഇത്തരം നാടകങ്ങൾ ഒരു പൊതുസമൂഹത്തിലാണ് ഞാൻ ജീവിച്ചത്. എന്നെ ഭയങ്കരമായിട്ട് നമ്മുടെ അടിസ്ഥാനപരമായ ജീവിതം മനസ്സിലാക്കാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരം മത്സരങ്ങളും ഇത്തരം കലാരൂപങ്ങളും നമ്മുടെ നാട്ടിൽ വേണം. അതിന് ആളുകൾ വരുന്നില്ല എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ അവസ്ഥയാണ്. കാരണം ഒരു സിനിമയിൽ പോലും നല്ല നടന്മാർ എല്ലാ കാസ്റ്റിംഗ് കോളുകൾ വരുന്നതിന്റെ പിന്നിലും ഞങ്ങൾക്ക് ഇനിയും ആളുകളെ ആവശ്യമുണ്ടെന്നുള്ളതിന്റെ പിന്നിലാണ് ഇതെല്ലാം വരുന്നത്. അവിടെ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള സീറ്റ്സ് ഉണ്ട്. അതിലോട്ട് എലിജിബിൾ ആയിട്ട് ഒരാൾ എത്തുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു സക്സസ്. അപ്പൊ തീർച്ചയായിട്ടും ഈ കലാരൂപത്തിൽ വർക്ക് ചെയ്യുന്നതിനും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എക്സ്ചേഞ്ചുകൾ നടന്ന് നല്ല നാടകങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായാൽ തീർച്ചയായിട്ടും അടിപൊളിയായിരിക്കും. അതിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരിക്കൽ കൂടി എന്നെ വിളിച്ചതിന് സന്തോഷം. KCBCയുടെ 35ാം ഓൾ കേരള പ്രൊഫഷണൽ നാടക മേളയാണ് ഇന്നിവിടെ സമാപിച്ച് അവാർഡ് ദാനം നടത്തിയത്. എന്തുകൊണ്ട് കഴിഞ്ഞ 35 വർഷമായിട്ട് കേരള കത്തോലിക്ക മെത്രാൻ സമിതി ഇത്തരം ഒരു നാടകമേളയ്ക്ക് വേണ്ട മുൻകൈ എടുക്കണം, നാടക കലാകാരന്മാരെ സംഘടിപ്പിക്കുന്നു, നാടകം എന്ന് പറയുന്ന മാധ്യമത്തിൽ പ്രവർത്തിക്കുന്നു. അതിന് പ്രത്യേകമായ ഒരു കാരണമുണ്ട്. 1986 ഇത് ആരംഭിക്കുമ്പോൾ നാടകം കൊണ്ട് പ്രതിരോധിക്കുക എന്നൊരാശയം കൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. പക്ഷെ അത് വളർന്നതും വികസിച്ചതുമൊക്കെ നാടകം എന്ന് പറയുന്ന കല സമൂഹത്തിൽ കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കുന്നതിന് ഇടയാക്കിയിട്ടുള്ളൊരു മാധ്യമമാണ് നാടകം. നാട്ടിലെ അനുഭവങ്ങൾ, നാടിൻ്റെ അകം, അതിൻ്റെ ഒരു പരിച്ഛേദം മനസ്സിലാക്കുന്നതിനും ആളുകളുടെ സങ്കീർണതകളിൽ ഇടപെടുന്നതിനും, അത് മതപരമായ ആശയങ്ങൾ, സാംസ്കാരികമായ ആശയങ്ങൾ, രാഷ്ട്രീയമായ ആശയങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന, അതിലപ്പുറം ഒരു മൂല്യബോധം ആളുകളിലേക്ക് എത്തിക്കുന്ന കഥകളാണ് നാടകങ്ങളുടെ പ്രമേയങ്ങളായി എപ്പോഴും വരുന്നത്. അപ്പോൾ നാടക കലാകാരന്മാർ, നാടക രചയിതാക്കൾ, സമിതികൾ, അത് എല്ലാം വളരെ അടിത്തട്ടിൽ ഒരു ദേശത്തിൻ്റെ ജനതയുടെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് നാടക കലാകാരന്മാർ. അവർ ഉപരിതലത്തിലല്ല നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അടിസ്ഥാനപരമായി ജനങ്ങളുമായി സംവദിക്കുന്ന, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന, അവരുടെ ആശങ്കകൾ പങ്കുവെക്കുന്ന ഒരിടമാണ് നാടകവേദി. അതുകൊണ്ടാണ് കേരള കത്തോലിക്ക മെത്രാൻ സമിതി നാടകം എന്ന കലാരൂപത്തെ നിലനിർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് ഇത്രയും 35 വർഷമായിട്ട് പരിശ്രമിക്കുന്നത്. അത് കേരളത്തിലെ മാത്രം ഒരു കഥയല്ല. ലോകത്ത് എല്ലായിടത്തും കത്തോലിക്ക സഭ കലയും കലാകാരന്മാരെയും ചലച്ചിത്രം ഉൾപ്പെടുന്ന മാധ്യമങ്ങളിലുമൊക്കെ നിരന്തരമായി സർഗാത്മകമായി ഇടപെടുന്ന ഒരു ശക്തിയാണ്.